നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്ത്യൻ നാവികസേനയുടെ കണ്ടിജന്റ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അഭിവാദ്യം അർപ്പിച്ച് കടന്നുപോകുന്നതാണ്. തൊട്ടു മുൻപായി തന്നെ നാവികസേനയുടെ ബാൻഡ് രാഷ്ട്രപതിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നുപോയി. വലിയ പാരമ്പര്യ പൈതൃകമുള്ള ഒരു ബാൻഡാണ് നേവൽ ബാൻഡ്, ഇന്ത്യൻ നാവികസേനയുടെ ബാൻഡ് സംഘം എന്നുള്ളത്. അവരാണ് ഈ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി രാഷ്ട്രപതിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നുപോകുന്നത്. ഇത്തരത്തിൽ വിവിധ സേനാ വിഭാഗങ്ങൾ നമുക്ക് കാണാം. നാവികസേനയുടെ നിശ്ചല ദൃശ്യം, റഡാറുകൾ, ഒപ്പം തന്നെ കപ്പൽ അടക്കമുള്ള ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിശ്ചല ദൃശ്യമാണ് ഇപ്പോൾ രാഷ്ട്രപതിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നുപോകുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായുള്ള ഉപയോഗിക്കുന്ന വിവിധ ആയുധങ്ങൾ, സാങ്കേതിക വിദ്യകൾ എന്നിവ പ്രദർശിപ്പിക്കുന്നത് കൂടിയാണ് ഈ ഒരു നിശ്ചല ദൃശ്യം എന്നുള്ളത്. മലയാളിയായ ദിൽന കെ ഉൾപ്പെടെ ഈ ഒരു നിശ്ചല ദൃശ്യത്തിന്റെ ഭാഗമായി അഭിവാദ്യം അർപ്പിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ ഇന്ത്യൻ നാവികസേനയുടെ കണ്ടിജന്റുകളാണ് രാഷ്ട്രപതിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നുപോകുന്നത്. GK നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 77ാമത് റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന വിഷയം മുൻനിർത്തിയുള്ള പ്രദർശനം കൂടി ഈ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി ഉണ്ടാകും എന്നുള്ളതാണ്. അഭിമാനകരമായ ഒരു ഓപ്പറേഷനാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത്. രാജ്യത്ത് കയറി ആക്രമണം നടത്തിയ ഭീകരർക്കെതിരെ പാകിസ്ഥാന്റെ മണ്ണിൽ പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ അത് വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമുള്ള ആദ്യ റിപ്പബ്ലിക് ദിനമാണ് ഇത്തവണത്തേത്. അതുകൊണ്ട് തന്നെ ആ ഒരു നേട്ടം, ആ ഒരു വിജയം അത് വിളിച്ചോതുന്ന പ്രത്യേക ഫ്ലൈ പാസ്റ്റ് സിന്ദൂർ ഫോർമേഷൻ എന്ന പേരിൽ ഇന്ത്യൻ വ്യോമസേന യുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ആകാശത്ത് അല്ലെങ്കിൽ ഡൽഹിയുടെ കർത്തവ്യ പത്തിലെ പരേഡ് നടക്കുന്ന വേദിക്ക് മുകളിലൂടെ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ നടത്തും. സിന്ദൂർ ഫോർമേഷൻ എന്ന പ്രത്യേക ഫോർമേഷനിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പങ്കെടുത്ത യുദ്ധവിമാനങ്ങൾ 29 യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളുമാണ് ഈ ഒരു സിന്ദൂർ ഫോർമേഷന്റെ ഭാഗമാകുക. ഈ റിപ്പബ്ലിക് ദിന പരേഡിന്റെ അന്ത്യത്തിലായിരിക്കും, സമാപന ചടങ്ങ് എന്ന നിലയിലായിരിക്കും ഈ ഫ്ലൈ പാസ്റ്റ് നടക്കുക എന്നുള്ളതാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വിവിധ സേനാ വിഭാഗങ്ങൾ അവരുടെ കണ്ടിജന്റുകൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അഭിവാദ്യം അർപ്പിച്ച് കടന്നുപോകുകയാണ്. ഇന്ത്യൻ സേനയുടെ വിവിധ സേനാ വിഭാഗങ്ങളുടെ കരുത്ത്, അവരുടെ ശേഷി, ചുറുചുറുക്ക്, ഊർജ്ജസ്വലത എന്നിവയെല്ലാം തന്നെ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന അവസരങ്ങളായാണ് സേനാ വിഭാഗങ്ങൾ ഈ ഒരു റിപ്പബ്ലിക് ദിന പരേഡിനെ കാണാറുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വെറ്ററൻസ് വിഭാഗത്തിലുള്ള ടാബ്ലോ നിശ്ചല ദൃശ്യമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. വിരമിച്ച സൈനികർ അവർ ഏത് തരത്തിലായിരുന്നു ഇന്ത്യൻ തങ്ങളുടെ ഊർജ്ജസ്വലമായ കാലത്ത് ഇന്ത്യൻ സൈന്യത്തിന് സേനാ വിഭാഗങ്ങൾക്ക് കരുത്തായിരുന്നത്, ആ ഒരു കാലത്തെ ആ ഒരു പ്രദർശനം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ ഒരു നിശ്ചല ദൃശ്യം എന്നുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഓരോ നിശ്ചല ദൃശ്യവും അല്ലെങ്കിൽ ഓരോ കണ്ടിജന്റും കണ്ണുകൾക്ക് പുതിയ കാഴ്ചകൾ നൽകുന്നതാണ്. ഒരേ താളത്തിൽ അച്ചടക്കത്തോടെ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് നീങ്ങുന്ന ഇന്ത്യയുടെ വിവിധ സേനാ വിഭാഗങ്ങൾ, അവരുടെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാഷ്ട്രപതിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ അവർ മുന്നോട്ട് മാർച്ച് ചെയ്ത് നീങ്ങുന്ന ദൃശ്യങ്ങളാണ് ഈ കർത്തവ്യപഥത്തിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വിവിധ നിശ്ചല ദൃശ്യങ്ങളും ഈ പരേഡിന്റെ ഭാഗമായി ഇപ്പോൾ കർത്തവ്യപഥത്തിലൂടെ രാഷ്ട്രപതിക്ക് അഭിവാദ്യം അർപ്പിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. ഇന്ത്യൻ കരസേനയുടെ ഓപ്പറേഷൻ സിന്ദൂർ വിഭാഗത്തിലുള്ള ഒരു നിശ്ചല ദൃശ്യമാണ് കടന്നുപോയത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ബാൻഡ് സംഘവും ഒപ്പം തന്നെ അവരുടെ മാർച്ചിംഗ് കണ്ടിജന്റുമാണ് രാഷ്ട്രപതിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 3 സേനാ വിഭാഗങ്ങൾക്ക് ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡും അർദ്ധസൈനിക വിഭാഗങ്ങളും പോലീസ് സേനകളും NCC സ്കൗട്ട് ഗൈഡ് വിഭാഗങ്ങൾ അടക്കം ഈ രാജ്യത്തെ യൂണിഫോം ധരിക്കുന്ന മുഴുവൻ സേനാ വിഭാഗങ്ങൾ അല്ലെങ്കിൽ മുഴുവൻ വിഭാഗങ്ങളും ഈ ഒരു
റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. ഇത്തവണ ആത്മനിർഭർ ഭാരത് എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ളതാണ് റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകൾ. ആ ഒരു വിഷയത്തിൽ ഊന്നിയായിരിക്കും വിവിധ നിശ്ചല ദൃശ്യങ്ങൾ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ മാർച്ചിംഗ് കണ്ടിജൻ്റാണ് ഇപ്പോൾ രാഷ്ട്രപതിക്ക് അഭിവാദ്യം അർപ്പിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രപതിക്ക് അഭിവാദ്യം അർപ്പിക്കുകയാണ് ഈ കോസ്റ്റ് ഗാർഡിൻ്റെ മാർച്ചിംഗ് കണ്ടിജന്റ്. അതിനുശേഷം തൊട്ടു പിന്നാലെ തന്നെ മറ്റ് നിശ്ചല ദൃശ്യങ്ങൾ ഉൾപ്പെടെ വരും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ചടങ്ങിൽ, ഇത്തവണത്തെ ചടങ്ങിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കളാണ് പ്രത്യേക അതിഥികളായി പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ കണ്ടിജന്റിന്റെയും സവിശേഷത എന്താണ്, അത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡുകൾ സാധാരണ നിലയിൽ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്, അത് ഏതെല്ലാം വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണ് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച ഇന്ത്യയുടെ ആയുധശേഷി പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ റിപ്പബ്ലിക് ദിന പരേഡ് എന്നുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ DRDO വികസിപ്പിച്ച മിസൈൽ സംവിധാനമാണ് ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് മിസൈൽ, അത് കപ്പൽ വേദ മിസൈലാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഈ ആയുധശേഷിയെക്കുറിച്ചും വിവിധ കണ്ടിജന്റുകളെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്യൻ യൂണിയൻ നേതാക്കൾക്ക് വിശദീകരിക്കുകയാണ്. വിദേശത്ത് നിന്ന് അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കൗതുകകരമായ ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് റിപ്പബ്ലിക് ദിന പരേഡ്, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് എന്നുള്ളത്. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം, കലാ സാംസ്കാരിക പാരമ്പര്യം എന്നിവ, ഒപ്പം തന്നെ സൈനിക കരുത്തും ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മികവും പുരോഗതിയും ഒരുമിച്ച് ഒരേ വേദിയിൽ ഒരേ സമയം തന്നെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ഒരു റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് കാണാൻ തന്നെയാണ് ആയിരക്കണക്കിന് പേർ മണിക്കൂറുകളായി കർത്തവ്യപഥിന്റെ ഇരുപുറങ്ങളിലുമായി കാത്തിരിക്കുന്നതും. ലോകത്ത് വിവിധ ഇടങ്ങളിലായി ആളുകൾ ടെലിവിഷൻ സെറ്റുകളിലൂടെ ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. മികവാർന്ന ദൃശ്യങ്ങൾ, മികവാർന്ന പരേഡ്, ഊർജ്ജസ്വലമായ വിവിധ കണ്ടിജന്റുകളുടെ മാർച്ചുകൾ എന്നിവയാണ് നമുക്ക് ഈ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി കാണാൻ കഴിയുന്നത്. കർത്തവ്യപഥിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വിവിധ മാർച്ചിംഗ് കണ്ടിജന്റുകൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.